ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എഴുന്നേറ്റ് നിന്നോ മുട്ടുകുത്തിയോ ഒക്കെ ഈശോയെ നമ്മുടെ ഇടയിലേക്ക് സ്വീകരിക്കാൻ പറ്റുന്നവർക്ക് അപ്രകാരം ചെയ്യാം. പ്രാർത്ഥനാപൂർവ്വം ഈ ഗാനത്തോട് ചേർന്ന് ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്കും നമുക്ക് ക്ഷണിക്കാം. യേശുനാഥാ വാവാ സ്നേഹനാഥാ വാവാ യേശുനാഥാ വാവാ സ്നേഹനാഥാ ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, ഓ സ്നേഹമേ നീ വാവാ യേശുനാഥാ വാവാ സ്നേഹനാഥാ വാവാ യേശുനാഥാ വാവാ സ്നേഹനാഥാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാവുന്നവർ എഴുന്നേറ്റ് നിൽക്കട്ടെ. ആരാധനയുടെ ധന്യ നിമിഷങ്ങളാണ്. വിശുദ്ധ കുർബാനയിൽ ഈശോ എഴുന്നള്ളിയിരിക്കുന്ന സമയം. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ദൈവം തൻ്റെ പ്രകാശം വീശുന്ന സമയമാണ്. ഈ ആരാധനയിൽ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണം, നമ്മുടെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണം, കുടുംബാംഗങ്ങളുടെ വിശുദ്ധീകരണം, തലമുറയുടെ വിശുദ്ധീകരണം. ഈ വിശുദ്ധീകരണ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. ഇത് നമ്മൾ ചെയ്താൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതേക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനഭാഗം നമുക്കെടുക്കാം. 1 കൊറിന്തോസ് 12-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വചനഭാഗം. 1 കൊറിന്തോസ് 12-ാം അധ്യായം 12, 13, 14 വചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നാം എല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമകളെന്നോ സ്വതന്ത്രനെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. ഒരു അവയവമല്ല, പലത് ചേർന്നതാണ് ശരീരം. പ്രിയപ്പെട്ടവരെ, വലിയ കാര്യങ്ങൾ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. ക്രിസ്തുവിലേക്ക്, ശിരസായ ക്രിസ്തുവിലേക്ക് വളരേണ്ടതുപോലെ നാം വളർന്നാൽ പിന്നെ നമ്മുടെ സഹോദരങ്ങളെല്ലാം നമുക്ക് പ്രിയപ്പെട്ടവരായി മാറും. അത് വീട്ടിൽ നമ്മളോടൊപ്പം വസിക്കുന്ന നമ്മുടെ അയൽവാസികൾ മാത്രമല്ല, മറ്റെല്ലാവരെയും ഒരു വ്യത്യാസം കൂടാതെ, ഗ്രീക്കുകാരനോ എന്നോ യഹൂദനെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ അവരെല്ലാം സഹോദരരായി കാണാൻ നമുക്ക് സാധിക്കും എന്ന് നമുക്കറിയാമല്ലോ. നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം യഥാർത്ഥ ബന്ധമാണെന്ന് പറയാൻ സാധിക്കണമെങ്കിൽ സഹോദരങ്ങളുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാകണം. ബൈബിളിൽ പലയിടങ്ങളിൽ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ് നാം ശരീരവും അതിൻ്റെ ശിരസ് ക്രിസ്തുവുമാണ്. നാം എല്ലാവരും ചേർന്നത് ശരീരമാണ്, നമ്മുടെ ശിരസ് ക്രിസ്തുവാണ്. എഫേസസ് 4-ാം അധ്യായം 15-ാമത്തെ വചനമെടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. 1 കൊറിന്തോസ് 12-ാം അധ്യായത്തിൻ്റെ കാതലായ സന്ദേശം നാം എല്ലാവരും സഹോദരരാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുമാണ് നമ്മളെങ്കിൽ നമുക്ക് പരസ്പരം ഒരു ബന്ധമുണ്ടാകണം. ഇംഗ്ലീഷിൽ ഇതിന് വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് ആൻഡ് ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് എന്ന് പറയും. വെർട്ടിക്കൽ, എനിക്ക് ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം.
അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്, സ്ഥിരീകരിക്കാൻ, സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കുന്നത് എനിക്കെൻ്റെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ്. ആ ബന്ധം മുറിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ലെന്നുള്ളത് നമ്മൾ 1 പത്രോസ് 3-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ പത്രോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. ജീവനോടെ ദൈവം നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ഒരു സമയമാണ്. ജീവനുള്ള വിശ്വാസത്തോടെ ആ ദൈവത്തെ ആരാധിച്ചാൽ, വിളിച്ചപേക്ഷിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ആ ബോധ്യത്തോടെ നമുക്കിപ്പോൾ പാടി പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടത്തും. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടത്തും. നമ്മുടെ കുടുംബവും ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് നമ്മുടെ ദൈവത്തെ ആരാധിച്ച് പാടാം. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഭവനത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഭവനത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടത്തും. നമ്മുടെ വിശുദ്ധീകരണം നമ്മുടെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണമായി മാറും. നമ്മുടെ കുടുംബങ്ങളുടെ വിശുദ്ധീകരണം സഭയുടെ വിശുദ്ധീകരണമായി മാറും. ആ ബോധ്യത്തോടെ എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. നമ്മെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനമാക്കിടും. എൻ്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടത്തും. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടത്തും. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടത്തും. എൻ്റെ ദൈവത്താൽ എനിക്കെല്ലാം സാധ്യമാണെന്നുള്ള വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് നമ്മുടെ ദൈവത്തെ നമുക്ക് അല്പസമയം സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം, ആരാധിക്കാം, യേശുനാമം വിളിച്ചപേക്ഷിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ തലമുറയെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിലൂടെ തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒഴുകി വരുവാൻ കർത്താവേ അങ്ങ് ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സംസ്ഥാനങ്ങളിലിരുന്ന് വിശുദ്ധ കുർബാനയിലേക്ക് നോക്കി ദൈവസ്നേഹം നമുക്ക് രുചിച്ചറിയാം. ദൈവത്തെ സ്നേഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തോടെയുള്ള ഈശോയിലേക്ക് ഉള്ള നമ്മുടെ നോട്ടം വലിയൊരു പ്രാർത്ഥനയായി മാറും, ആരാധനയായി മാറും. കർത്താവേ, ഞാൻ പാപിയും രോഗിയും ദുർബലനും അന്ധകാരത്തിൽ കഴിയുന്നവനുമൊക്കെയാണ്. എന്നെ അവിടെ നിന്നെല്ലാം അവിടുന്ന് മോചിപ്പിക്കണമേ. എനിക്ക് വേണ്ട പ്രകാശം തരണമേ, എനിക്ക് വേണ്ട സൗഖ്യം തരണമേ, എനിക്ക് വേണ്ട വിമോചനം തരണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബത്തെയും കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും കുടുംബാംഗങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. സ്വസ്ഥമായിട്ട് സ്വസ്ഥാനങ്ങളിരുന്ന് ഈശോയിലേക്ക് നോക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്ന് നിറയട്ടെ. നമ്മുടെ ഹൃദയവികാരങ്ങളും വിചാരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇറക്കി വെക്കാൻ കഴിയട്ടെ. ഈശോയുടെ കൂടിയിരുന്ന് കരയാൻ പറ്റും, ചിരിക്കാൻ പറ്റും, ദൈവമായിട്ട് നമുക്ക് സ്നേഹ സംഭാഷണം നടത്താൻ പറ്റും. അതിനെല്ലാമുള്ള ഒരു സമയമായി ഈ ആരാധനയുടെ സമയം കണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പ്രിയപ്പെട്ടവരെ, കുടുംബത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട ചില ചിന്തകൾ വിശുദ്ധർ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നത്, മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ, നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ സൂചിപ്പിച്ച ഒരു കാര്യം ഇതാണ്: വിശ്വാസം പകരുന്ന ഏറ്റവും നല്ല വേദി കുടുംബമാണ്. വിശ്വാസം പകരുന്ന ഏറ്റവും നല്ല വേദി. മാതാപിതാക്കൾക്ക് കറതീർന്ന വിശ്വാസമുണ്ടോ? മക്കൾ അതിൻ്റെ ഫലമെടുക്കും. അവർക്ക് മക്കളിലേക്ക് അത് പകരാൻ എളുപ്പമായിരിക്കും. കുടുംബത്തിൽ നമ്മൾ കൊടുക്കാത്തത് മറ്റെവിടെയെങ്കിലും ചെന്ന് സമ്പാദിച്ചോളും എന്ന് ചിന്തിക്കരുത്. നമുക്ക് ഒന്നാമതായിട്ട് നമ്മുടെ മക്കൾ വിശ്വാസം ഏറ്റെടുക്കേണ്ടത്, വിശുദ്ധി കണ്ട് പഠിക്കേണ്ടത്, പ്രാർത്ഥന കണ്ട് പഠിക്കേണ്ടത്, സ്നേഹം കണ്ട് പഠിക്കേണ്ടത് നമ്മുടെ കുടുംബമാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്: വിശ്വാസം പകരുന്ന ഏറ്റവും നല്ല ഒരു വേദിയായിട്ട് കുടുംബത്തെ നാം കാണണമെന്ന്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയും അദ്ദേഹവും സൂചിപ്പിക്കുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത് ദൈവം ത്രിത്വമാണ്. നമുക്കറിയാം, ഒരു ദൈവമെങ്കിലും 3 ആളുകൾ. ദൈവം ത്രിത്വമാണ്. സ്നേഹത്തിൻ്റെ സങ്കലനമാണ് ഈ ത്രിത്വം എന്ന് പറയുന്നത്. ത്രിത്വത്തിലെ 3 ആളുകളുടെ സ്നേഹം, അവരുടെ ഇടയിലുള്ള സ്നേഹം, കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു സങ്കലനമായിട്ട് ത്രിത്വത്തെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന്. എന്നിട്ട് മാർപ്പാപ്പ പറയുകയാണ്, അതുപോലെ തന്നെയാണ് കുടുംബവും. അപ്പം അതുകൊണ്ട് കുടുംബാംഗങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു സങ്കലനമായിട്ട് നമ്മുടെ കുടുംബം മാറണം. ഇനി അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എത്ര മനോഹരമായിരിക്കും! ആ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവർ എത്ര സന്തോഷത്തോടെ ജീവിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കുടുംബാംഗങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു സങ്കലനമായിട്ട് നമ്മൾ ഓരോരുത്തരുടെയും കുടുംബം മാറണം എന്നുള്ളത് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുക. വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം ഇതാണ്: കുടുംബം ഒരു ദേവാലയമാണ്, അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാലയവും. കുടുംബം എന്ന് പറയുന്നത് ഒരു ദേവാലയം. നമുക്കറിയാം, നമ്മൾ നമ്മുടെ ബാത്റൂമിലിരിക്കുന്ന മനോഭാവത്തോടെ അല്ല നമ്മൾ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുക. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ലാഘവ ബുദ്ധിയോടുകൂടി സംസാരിക്കുന്നത് പോലെ സാധാരണ നമ്മൾ ആലയത്തിൽ വരുമ്പോൾ, കുർബാനയ്ക്ക് അണയുമ്പോൾ നമ്മൾ അങ്ങനെ സംസാരിക്കാറില്ല. പക്ഷെ ഇവിടെ മാർപ്പാപ്പ പറയാണ്, നമ്മുടെ കുടുംബത്തെ ഒരാലയമായിട്ട് നമ്മൾ കാണണം.
കുടുംബത്തെ ഒരു പ്രാർത്ഥനാലയമായിട്ട് നമ്മൾ കാണണം. ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം മാറും. അത് നമ്മുടെ കുടുംബത്തിലെ ഏത് മുറിയാണേലും, ബെഡ്റൂം മാത്രമല്ല, ഏത് മുറിയാണേലും അവിടെയെല്ലാം ഒരു പ്രാർത്ഥനാലയമായിട്ട്, ദൈവ സാന്നിധ്യമുള്ള ഒരു സ്ഥലമായിട്ട് നമ്മൾ കണ്ടാൽ അവിടെയെല്ലാം ഉള്ള നമ്മുടെ പെരുമാറ്റത്തിന് മാറ്റം വരും. നമ്മുടെ പെരുമാറ്റം ദൈവത്തിന് പ്രീതികരമാകണമെങ്കിൽ നമ്മുടെ കുടുംബത്തെ ഒരു ദേവാലയമായിട്ട്, ഒരു പ്രാർത്ഥനാലയമായിട്ട് നമ്മൾ കാണണം എന്നുള്ളത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വീണ്ടും വിശുദ്ധ ജോൺ 23 മാർപ്പാപ്പ, ജോൺ 23, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, തിരുക്കുടുംബത്തിൽ കത്തിജ്വലിച്ച സ്നേഹം എല്ലാ കുടുംബങ്ങളിലും പ്രചോദനമാകണം. തിരുക്കുടുംബത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ഈശോ, മറിയം, യൗസേപ്പ്, തിരുക്കുടുംബത്തിലേക്ക് നമ്മൾ നോക്കിയാൽ അവിടെ സ്നേഹം കത്തിജ്വലിച്ചിരുന്നു എന്ന് നമുക്കറിയാൻ പറ്റും. തിരുക്കുടുംബത്തിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 1 സ്നേഹം, 2 ഐക്യം, 3 വിശുദ്ധി. ഇവയെല്ലാം കത്തിജ്വലിച്ചിരുന്ന ഒരു കുടുംബമാണ് തിരുക്കുടുംബം. ഇനി ഇത് നമുക്ക് പ്രചോദനമാകണം, ഇത് നമുക്ക് ഒപ്പിയെടുക്കാൻ സാധിക്കണം എന്നുള്ളത് മാർപ്പാപ്പ, ഈ വിശുദ്ധൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തിരുക്കുടുംബത്തിൽ കത്തിജ്വലിച്ച സ്നേഹം എല്ലാ കുടുംബാംഗങ്ങളിലും പ്രചോദനമാകണം. പുണ്യങ്ങൾ വളരേണ്ടതും ഐക്യം പുലരേണ്ടതും കുടുംബത്തിലാണ്. നമ്മൾ കുടുംബാംഗങ്ങൾ പുണ്യാഭ്യാസം അതെടുക്കണം. കുറച്ച് വിദ്യാഭ്യാസം മാത്രം നമുക്കുണ്ടായാൽ പോരാ, പുണ്യങ്ങൾ അഭ്യസിക്കാൻ നമുക്ക് സാധിക്കണം. പുണ്യങ്ങൾ വളരേണ്ടത് കുടുംബത്തിലാണെന്ന്. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്തുമാത്രം മാറ്റം നമ്മുടെ കുടുംബത്തിൽ വരാവുന്നതേ ഉള്ളൂ എന്നത് നമ്മൾ ചിന്തിക്കണം. എത്ര ഐശ്വര്യപൂർണമായ ഒരു കുടുംബജീവിതം പണിതുയർത്താൻ സാധിക്കും എന്നത് നമ്മൾ വിസ്മരിക്കരുത്. മറ്റൊരു വിശുദ്ധൻ ജോൺ മരിയ വിയാനി, വിശുദ്ധ ജോൺ മരിയ വിയാനി, അദ്ദേഹം പറയുന്നത്, പറുദീസയിൽ ദൈവം ആദ്യം സ്ഥാപിച്ചതും ആശീർവദിച്ചതും കുടുംബമാണ്. ആദത്തിൻ്റെയും ഹവ്വായുടെയും കുടുംബം. ആദ്യം കർത്താവ് സ്ഥാപിച്ചത് ഈ കുടുംബത്തെയാണ്. ആശീർവദിച്ചതും, അവരെ അനുഗ്രഹിച്ചു, ആശീർവദിച്ചതും കുടുംബത്തെയാണ്. അപ്പം അതുകൊണ്ട് ഇത്രമാത്രം പ്രാധാന്യം നമ്മൾ ഓരോരുത്തരുടെയും കുടുംബത്തിനുണ്ട് എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ഒരു വിശുദ്ധനെ കൂടി നമുക്ക് ഈ കുടുംബവുമായി ബന്ധപ്പെടുത്തി കാണാം. അത് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം. അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഭാര്യാഭർത്താക്കന്മാർ കണ്ണും കയ്യുമായിട്ട് മാറണമെന്ന്. കണ്ണിൻ്റെയും കയ്യുടെയും ആ ഒരു പ്രവൃത്തി അത് നമ്മൾ മനസ്സിലാക്കിയാൽ, ഭാര്യാഭർത്താക്കന്മാർ കണ്ണും കയ്യുമായി മാറിയാൽ വലിയൊരു അനുഗ്രഹമായിരിക്കും. എന്നിട്ട് അദ്ദേഹം പറയാണ്, കണ്ണിലൂടെ കണ്ണീര് വരുമ്പോൾ അത് തൂക്കാൻ കൈ ഓടി വരണം. അതുപോലെ തന്നെ നമ്മുടെ കൈ ഒന്ന് വേദനിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറയണം. ഇങ്ങനെ ഭാര്യാഭർത്താക്കന്മാർ പെരുമാറുകയാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും. ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം എത്ര ദൈവികമായിരിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ കുടുംബത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കണം. നമ്മുടെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ഒരുപാട് വിശുദ്ധീകരണം നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, നമ്മുടെ തലമുറയ്ക്ക് ആവശ്യമാണ് എന്ന കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അല്പസമയം വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിയിരുന്ന് നമ്മുടെ കുടുംബത്തെ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധീകരണം വളരെയേറെ ആവശ്യമായൊരു കുടുംബമായിരിക്കാം നമ്മുടെ കുടുംബം. നമ്മുടെ തലമുറ, അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവാം, വേണ്ടതുപോലെ അവർ സ്നേഹിച്ചിട്ടില്ലായിരിക്കാം, കരുതിയിട്ടില്ലായിരിക്കാം. വിശുദ്ധീകരണത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കരസ്പർശനത്തിനും വിശുദ്ധീകരണത്തിനുമായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഇനി മുമ്പോട്ട് അതേ തെറ്റ് ചെയ്യാതെ കുറ്റമറ്റവരായി ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയോടെ നമുക്ക് ഈ അനുതാപ ഗാനത്തിൽ പങ്കുചേർന്ന് നമ്മുടെ അവസ്ഥകളെ, കുടുംബത്തിൻ്റെ അവസ്ഥയെ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് വിശുദ്ധീകരണത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഭവനം, ബന്ധങ്ങൾ, ഇഷ്ടങ്ങൾ, എൻ
എന്റേതാമെല്ലാം. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എൻ പ്രിയനേ യേശുവേ രക്ഷകാ, എൻ പ്രിയനേ യേശുവേ രക്ഷകാ. നിൻ കരമെന്മേൽ വയ്ക്കാൻ ശുദ്ധി ചെയ്യന്നേ. നിൻ കരമെന്മേൽ വയ്ക്കാൻ ശുദ്ധി ചെയ്യന്നേ. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. നമ്മുടെ വിശുദ്ധീകരണത്തിനും കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിനും സഭയുടെ വിശുദ്ധീകരണത്തിനുമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഏതെല്ലാം മേഖലയിലാണ് ദൈവം പ്രത്യേകമായിട്ട് നിങ്ങളെ വിശുദ്ധീകരിച്ച് ഉയർത്തേണ്ടത്, ആ മേഖലകളെ സമർപ്പിച്ചിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ, അവിടുത്തെ അഗ്നി ഞങ്ങളുടെ മേൽ ഇറക്കണമേ. ഞങ്ങൾ അശുദ്ധരാണെന്ന് ഏറ്റുപറയുന്നു. ഞങ്ങളുടെ സംസാരത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട്, ചിന്തകളിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ അധരങ്ങളും ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ മനസ്സും എല്ലാം അശുദ്ധമായിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ അശുദ്ധമായിരിക്കുന്നു. കുടുംബാംഗങ്ങൾ അശുദ്ധരായിട്ടുണ്ട്. കർത്താവേ, വിശുദ്ധീകരണത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ വിശുദ്ധീകരിക്കണമേ. ലോകം മുഴുവനെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ അഗ്നി ഞങ്ങളുടെ മേൽ ഇറക്കണമേ. അഗ്നിയാൽ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. അല്പസമയം നിശബ്ദതയിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ മാതൃക നൽകിയ കുടുംബങ്ങളെക്കുറിച്ചും ദുർമാതൃക നൽകിയ കുടുംബങ്ങളെക്കുറിച്ചും നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കുടുംബം മാതൃകാ കുടുംബമായിട്ട് മാറണം. തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ രൂപപ്പെട്ടൊരു കുടുംബമായിട്ട് മാറണം. നമുക്കതിനാഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആദം ഹവ്വ ദമ്പതിമാർ പരസ്പരം പഴിചാരി സംസാരിച്ചവരാണ്. ഇതായിരിക്കരുത് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നത്. നമുക്ക് തെറ്റുപറ്റിയാൽ നമ്മുടെ തെറ്റ് അംഗീകരിക്കാം, മറ്റൊരാളുടെ മേൽ പഴിചാരാതിരിക്കാം. അബിമേലെക്കിൻ്റെ കുടുംബം അധികാരത്തിന് വേണ്ടി മറ്റുള്ളവരെ, സ്വന്തം സഹോദരങ്ങളെപ്പോലും വധിക്കാൻ മനസ്സ് കാണിച്ചു. നമുക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകാൻ മറ്റുള്ളവരെ നമ്മൾ അടിച്ചമർത്തുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഏലിയും കുടുംബവും കർത്താവിനെ ശുശ്രൂഷ ചെയ്തത് അശ്രദ്ധയോടെയായിരുന്നു. ആ പാപം ഗൗരവമുള്ളതായിട്ട് ദൈവം കണ്ടു. നമ്മളൊരു കാരണവശാലും അശ്രദ്ധ കാണിക്കരുത്. പ്രാർത്ഥിക്കുമ്പോഴും ബലിയർപ്പിക്കുമ്പോഴും ശുശ്രൂഷ ചെയ്യുമ്പോഴുമെല്ലാം അങ്ങേയറ്റം ശ്രദ്ധയുള്ളവരായിരിക്കണം. സോളമനും ഭാര്യമാരും
അന്യദൈവാരാധന പോലും നടത്തി ദൈവത്തെ പ്രകോപിപ്പിച്ചു. മാത്സര്യം, മർക്കടമുഷ്ടി എന്നിവ മന്ത്രവാദത്തിനും വിഗ്രഹാരാധനയ്ക്കും തുല്യമാണ്. അതിലേക്കൊന്നും വീഴാതിരിക്കാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആഹാബും ജസബലും സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി, സ്വന്തം കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി ദൈവത്തിന് അനിഷ്ടമായവ പ്രവർത്തിച്ചവരാണ്. നമ്മളങ്ങനെ ആകരുത്. സ്വന്തം ഇഷ്ടം ബലികഴിച്ചുകൊണ്ട് പോലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാൻ നിലകൊള്ളണം. ഹെറോദേസും ഹെറോദിയായും സ്വന്തം നേട്ടത്തിനും താല്പര്യത്തിനും ജഡസുഖത്തിനും വേണ്ടി ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ചവരാണ്. നമ്മളങ്ങനെ ആകരുത്. കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുന്നവർക്കാണ് ദൈവാനുഗ്രഹം സമൃദ്ധമായി ലഭിക്കുക. കർത്താവ് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇനിയുള്ള കാലം ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.